നമസ്കാരം പ്രിയമുള്ളവരെ, രതീഷ് ജാലമനയാണ് കേട്ടോ. ഇന്ന് 2026 ജനുവരി മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ്. കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. പൂയം നാളാണ്. ജനുവരി 4-ന് 3:11 PM ഉച്ചയ്ക്ക് ശേഷം പൂയം നാൾ തുടങ്ങി. 2026 ജനുവരി മാസം 5-ാം തീയതി ഉച്ചയ്ക്ക് 1:24 വരെയാണ് പൂയം നാൾ കേട്ടോ. ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ആ നോട്ടിഫിക്കേഷനൊക്കെ ഒന്ന് ഇനേബിൾ ചെയ്യൂ കേട്ടോ. ഇന്ന് പാലൂര് തൈപ്പൂയ കാവടി പുറപ്പാടാണ്. അതുപോലെ തന്നെ ഗുരുവായൂരിൽ ഇടത്തിരകത്തുകാവ് താലപ്പൊലിയാണ് കേട്ടോ. നമുക്ക് ഈ ദശാവതാരങ്ങളുണ്ട്. ദശാവതാരങ്ങളുടെ ഫലങ്ങൾ, ഈ ദശാവതാരങ്ങളായിട്ട് ആരാധനാ ഫലശ്രുതി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ മത്സ്യാവതാരമാണെങ്കിൽ വിദ്യാലബ്ധിക്ക് വേണ്ടിയിട്ടും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. അതുപോലെ തന്നെ കൂർമാവതാരമാണെങ്കിൽ വിഘ്ന നിവാരണത്തിനും അതുപോലെ തന്നെ ഗൃഹലാഭത്തിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. വാരാഹാവതാരത്തിൻ്റെ ഒരു ഫലശ്രുതി പറയുന്നത് ഭൂമി ലാഭത്തിന് വേണ്ടിയും വ്യാവസായികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. നരസിംഹാവതാരം ശത്രു നാശത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോഗ്യ ലബ്ധിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. വാമനാവതാരത്തിൻ്റെ ആരാധനാഫലം പറയുന്നത് പാപനാശത്തിന് വേണ്ടിയിട്ടും മോക്ഷലബ്ധിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. പരശുരാമാവതാരത്തിൻ്റെ ഒരു ആരാധനാഫലം പറയുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ശത്രുനാശത്തിന് വേണ്ടിയിട്ടും ഒക്കെയാണ് കേട്ടോ. അതുപോലെ ശ്രീരാമാവതാരത്തിലെ ആരാധനാ ഫലം പറയുന്നത് ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ദുരിതശാന്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മോക്ഷലബ്ധിക്ക് വേണ്ടിയിട്ടുമാണ് കേട്ടോ. അതേപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ ബലരാമാവതാരത്തിലെ ആരാധനാ ഫലം പറയുന്നത് കൃഷിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും ദുരിതശാന്തിക്ക് വേണ്ടിയിട്ടും മോക്ഷലബ്ധിക്ക് വേണ്ടിയിട്ടുമാണ് കേട്ടോ. ശ്രീകൃഷ്ണ അവതാരത്തിലെ ആരാധനാ ഫലം പറയുന്നത് വിവാഹലബ്ധിക്കും അതുപോലെ തന്നെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജീവിതത്തിലെ ഈശ്വരൻ്റെ സ്വാധീനം, ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ടുമാണ് കേട്ടോ. കൽക്കി അവതാരത്തിൻ്റെ ആ ഒരു ആരാധനാഫലം പറയുന്നത് വിജയം, മനസുഖം, അതുപോലെ തന്നെ മോക്ഷം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഈ ദശാവതാരത്തിൻ്റെ ആ ഒരു ആരാധനാ ഫലശ്രുതി എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.